മഞ്ജു ഒരു അമ്മയാകാൻ പോകുന്ന സ്ഥിതിക്ക് ഇനി ആ ബന്ധം അറുത്തു മാറ്റാൻ പറ്റില്ല. പറ്റും. ആ കുഞ്ഞിനെ കളയുകയാണെങ്കിൽ അവളുടെ വയറ്റിനകത്ത് ഒരു കുഞ്ഞ് നാമ്പെടുത്തിട്ടേ ഉള്ളൂ. ഈ സമയത്ത് കുഞ്ഞിനെ കളയാൻ വലിയ പ്രയാസമൊന്നുമില്ല. അന്യന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് നടക്കുന്നവളാ അവളെ. ഇനി എന്തിനാ മേഘേട്ടന്? എനിക്കവളെ മറക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, വിവാഹത്തിന് മുമ്പ് പല പെൺകുട്ടികളെയും ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരെയും എന്റെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല, സങ്കല്പിച്ചിട്ടില്ല. കണക്കറ്റ സ്വത്താണ് കണ്ണേട്ടും ഏട്ടത്തിക്കുള്ളത്. അവർക്കാണെങ്കിൽ കുട്ടികളുമില്ല. ഇപ്പൊ തന്നെ മഞ്ജു പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ കണ്ണേട്ടന്റെ ഏട്ടത്തിന്റെ മുഖത്തെ മാറ്റം കണ്ടില്ലായിരുന്നോ? ഇനിയിപ്പോ മനഃപൂർവ്വം മഞ്ജുവിന് ജനിക്കുന്ന കുഞ്ഞിനെ ഏട്ടത്തിന്റെ കയ്യിലേക്ക് വച്ചു കൊടുക്കും, മഞ്ജു സാഗറും കൂടെ. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ വിശേഷം അറിയിച്ചപ്പോ ഒരു കുഞ്ഞല്ലല്ലോ, ഇനിയും അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കില്ലേ? ആദ്യം ജനിക്കുന്ന കുഞ്ഞിനെ വളർത്തിക്കോന്ന് പറഞ്ഞ് മഞ്ജു സാഗറും കൂടി അതിനെ ഏട്ടനും ഏട്ടത്തിക്കും ദാനമായിട്ട് കൊടുത്താലോ? അത് ശരിയാ. ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒന്നിനെ അവർക്ക് ദാനമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാണല്ലോ ഇരുന്നത്. അതും കണക്കറ്റ സ്വത്ത് മുമ്പിൽ കണ്ടിട്ടല്ലേ മേഘട്ടാ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആ കുഞ്ഞ് ജനിക്കരുതെന്ന്. ആ കുഞ്ഞെന്നല്ല, ഒരിക്കലും ഒരു കുഞ്ഞും സാഗറിൻ്റെതായിട്ട് മഞ്ജുവിന് ജനിക്കാൻ പാടില്ല. അതിലൂടെ കമലേശ്വരത്തെ കണക്കറ്റ സ്വത്തുക്കള് മഞ്ജുവിനും സാഗറിനും സ്വന്തം ആവാനും പാടില്ല. ഇതൊക്കെ പറയുന്ന നിന്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കാനാ എനിക്ക് തോന്നുന്നത്. നീ എന്താ പറഞ്ഞത്? കല്യാണത്തിന് മുൻപ് നിനക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നെന്നോ? എന്നാ ഭാര്യയായിട്ട് സങ്കല്പിച്ചത് മഞ്ജുവിനെ മാത്രമാണെന്നോ? എടാ, കല്യാണത്തിന് മുൻപ് ഒരു പെൺകുട്ടിയുമായിട്ട് വഴിവിട്ട ബന്ധം ഉണ്ടാവുകയും അവളിൽ നിനക്കൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് നിന്റെ ഭാര്യടാ. അതിന് 4 ആളെ വിളിച്ച് താലി കെട്ടണമെന്നോ 4 ആള് കാണുക ഒന്നിച്ച് ജീവിക്കണമെന്നൊന്നും ഇല്ലടാ. ആരും അറിയാതെ ഒരുത്തിയുമായിട്ട് ഒന്നിച്ച് ജീവിച്ചില്ലേ? അതുകൊണ്ടല്ലേ നിനക്കൊരു കുഞ്ഞുണ്ടായത്. സത്യം പറഞ്ഞാലേ അവളെയാണ് നീ കൂട്ടിക്കൊണ്ടുവന്ന് നിനക്കൊപ്പം താമസിപ്പിക്കേണ്ടത്. അപ്പച്ചി ഇങ്ങനെ ഒരേ സമയം 2 രീതിയിൽ സംസാരിക്കരുത് കേട്ടോ. ഞാനും മഞ്ജു ഒരുമിച്ച് ജീവിക്കണമെന്നല്ലേ അപ്പച്ചി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് നിന്റെ പ്രവൃത്തികൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുവാടാ. നീ പറഞ്ഞല്ലോ മഞ്ജുവിനെ മാത്രമേ നിനക്ക് ഭാര്യയായിട്ട് കാണാൻ പറ്റത്തുള്ളെന്ന്. അതുപോലെ തന്നെയാടാ എന്റെ അവസ്ഥ. നീ അല്ലാതെ മറ്റൊരുത്തരെ എന്റെ മരുമോനായിട്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാ നീ ഈ വീട്ടിലേക്ക് വരുമ്പോ കണ്ണം പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാത്തത്, ചൂലെടുത്ത് നിന്റെ മുഖത്തടിക്കാത്തത്. അല്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ മേഘട്ടന്റെ ആഗ്രഹം അമ്മയ്ക്ക് നടത്താൻ പറ്റുമോ? മഞ്ജുവിനെ അനുനയത്തിൽ കൊണ്ടുവന്നിട്ട് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ പറ്റുമോ? ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടവളാ ഞാൻ. അതിന്റെ വേദന ഇതുവരെയും തീർന്നിട്ടില്ല. ഞങ്ങളുടെ കുഞ്ഞ് ഈ തറവാട്ടിൽ ആദ്യം ജനിക്കേണ്ടത്. അതിനു മുൻപ് ഈ തറവാട്ടിൽ കയറാൻ അർഹതയില്ലാത്ത ഒരുത്തന്റെ കുഞ്ഞിനെ മഞ്ജു പ്രസവിക്കാൻ പാടില്ല.
എന്തൊക്കെ ശത്രുത ഉണ്ടെങ്കിലും അതൊക്കെ മറന്നിട്ട് അപ്പച്ചി എന്നെ ഒന്ന് സഹായിക്കണം.